KBFCയുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ആരാധകർക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ള ഒന്നും കിട്ടുമെന്ന മൂഢവിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ നമ്മുടെ തകർച്ച ഇനിയും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ടീമിന്റെ പരാജയങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല. അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഓരോ മത്സരവും പുതിയൊരു തോൽവിയെ നേരിടാനുള്ള അവസരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആരാധകർ സോഷ്യൽ മീഡിയ ബോയ്ക്കോട്ട് പ്രതിഷേധം കാര്യങ്ങളൊക്കെ ആരംഭിച്ചാലും അതുകൊണ്ടൊന്നും കാര്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമോ എന്ന് അത്ഭുതം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് വിപിൻ മോഹൻ എന്ന് പറയുന്ന ടാലന്റിന്റെ തകർച്ചയുടെ കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം വന്ന സമയത്ത് വിപിൻ എത്രമാത്രം മനോഹരമായിട്ട് മധ്യനിരയെ ഹോൾഡ് ചെയ്ത് കളിച്ചു എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടെ മൂക്കത്ത് വിരൽ വെച്ച് കണ്ടതാണ്. പ്രായത്തിനേക്കാൾ കവിഞ്ഞ പക്വതയും കേളിപാഠവും നമ്മൾ വിപിൻ മോഹനൻ എന്ന മലയാളി താരത്തിൽ കണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ വിപിന്റെ പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഒരു ഡിപ്പ് നമ്മൾ വിപിന്റെ ടാലന്റിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു ഡിപ്പ് സംഭവിച്ച താരമായിരുന്നു KL രാഹുൽ. KL രാഹുൽ അണ്ടർ-15 വേൾഡ് കപ്പ് ടീമിൽ കളിക്കുന്ന സമയത്ത് ടീമിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു. ടീമിലെ ഗോൾഡൻ ബോയ് ആയിരുന്ന രാഹുൽ KP പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ എത്രമാത്രം ഡൗൺ ആയി പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒഡീഷയിലേക്ക് എത്തിയ ശേഷം ആൾ തിരിച്ചു കയർന്ന് വരുന്നുണ്ടെങ്കിൽ പോലും രാഹുലിനെ പോലെ ഒരു കരിയർ ഡിപ്പ് വിപിന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നതും ആശങ്കയാണ്. ഇനിയിപ്പം അഡ്രിയാൻ ലൂണ 1-2 സീസണും കൂടി ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കും. അഡ്രിയാൻ ലൂണ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം ഒരുപക്ഷെ ഹോൾഡ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉള്ളവരായിരുന്നു വിപിൻ മോഹനൻ. ആ വിപിൻ മോഹനന്റെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഐറ്റം എന്തിനോ വേണ്ടി വിങ്ങിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഐവൻ ഡോലിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും വിപിന്റെ തകർച്ച വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞേക്കാം.